മിറാക്കിൾ വ്ലോഗ്, ഇച്ചായൻ, കുഞ്ഞാറ്റ, ഈ ഫാമിലി കപ്പിൾ വ്ലോഗേഴ്സിൻ്റെ സെപ്പറേഷൻ, ഡിപ്രഷൻ, ബ്രേക്കപ്പ്, ഡിവോഴ്സ്, ഈ ലൂപ്പിൽ നിന്ന് ഞാനൊന്ന് ചാടാൻ നിൽക്കുകയായിരുന്നു. സമ്മതിക്കൂല. ഇന്നലെ ഉച്ചയ്ക്ക് എൻ്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ അമ്മയ്ക്ക് കുറച്ച് നെഞ്ചുവേദന ഉണ്ട് പറഞ്ഞപ്പോൾ അപ്പോൾ ECG ഒക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ കാറ് പാർക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു ലേഡി കോൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആ ലേഡി കോൾ ചെയ്ത സമയത്ത് പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇവർ വിളിച്ച് കരയുക, ഒടുക്കത്തെ കരച്ചിൽ. മല്ലു ഫാമിലി സുജിൻ ചേട്ടൻ്റെ ഫ്രണ്ടല്ലേ, എൻ്റെ ഓഡിയോ ഇട്ടു, എൻ്റെ വീഡിയോ ഇട്ടിട്ടു, എൻ്റെ ജീവിതം തകർന്നു, എൻ്റെ കല്യാണം നിശ്ചയിച്ചിട്ട് ഇവർ കരച്ചിലൂ. ഞാനാകെ അന്തം വിട്ടു. ഇത് ആരുടെ ഇത് ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ? അപ്പോൾ ലേഡി പേര് പറഞ്ഞു. വീണ്ടും മല്ലു സുജിൻ വീഡിയോ ഇട്ടു. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും യൂട്യൂബിൽ മല്ലു സുജിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല. ഓക്കെ, ഫ്രണ്ടാണ്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല വീഡിയോ. കാരണം അയാൾ ഇട്ടിട്ടില്ല. ഇട്ടാൽ നമുക്ക് കാണാമല്ലോ എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഒന്നും ഇല്ലാത്തൊരു ഫേസിലൂടെയാവും അവർ പോകുന്നത്. എനിക്കറിയില്ല വീഡിയോ ഇടുണ്ടോ ഇല്ലയെന്നൊന്നും. ഞാൻ യൂട്യൂബിൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് ഞാൻ ആ ലേഡിയോട് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെയും സുജിൻ ആക്റ്റീവാണ്, ഭയങ്കര ആക്റ്റീവാണ്. അതിൻ്റെ കുറേ എന്താ പറയുക, നന്മ ഫേസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അത് ഞാൻ കാണാറുണ്ട്. യൂട്യൂബ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു റീസെൻ്റ്ലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ വോയിസാണ് വെച്ചിട്ടുള്ളത്. മിറാക്കിൾ വ്ലോഗ്, കുഞ്ഞാറ്റ ഇച്ചായൻ വിഷയത്തിൽ ഞാൻ കുഞ്ഞാറ്റയോട് പറഞ്ഞ കാര്യങ്ങൾ അത് പുറത്തു വന്നു. ഞാൻ ചോദിച്ചു, ഏത് കുഞ്ഞാറ്റ, ഏത് ഇച്ചായൻ? മനസ്സിലായോ? നമുക്കിത് ഒരു ഐഡിയ ഇല്ലടേ എനിക്ക് ആ ടൈമിൽ ഇന്നലെ ഇവർ വിളിച്ചപ്പോൾ. ഓക്കെ, എന്നാലും നമ്മൾ ഒരു ലേഡി വിളിച്ച് കരയുന്നതല്ലേ, ഞാൻ അന്വേഷിക്കാം, തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞവരോട്. ഞാൻ ഇന്നലെ എടുത്തിരുന്ന് നോക്കി, കംപ്ലീറ്റ് എല്ലാവരും ചെയ്ത റിയാക്ഷൻ വീഡിയോ കണ്ടു. അവരവരുടെ പേഴ്സ്പെക്റ്റീവ്സ് എല്ലാവരും പറയുന്നുണ്ട്. മല്ലു ഫാമിലി സുജിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് ഇതിൽ പറയാനുണ്ട്. പിന്നെ എന്നെ വിളിച്ച ലേഡിയുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാട്ടവരാതമാണ്. കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ദ സെയിം ലൂപ്പ്. ഒരു കപ്പിൾ വ്ലോഗേഴ്സ് ഫാമിലി വ്ലോഗ് ചെയ്യുന്നു, അവർ സെപ്പറേറ്റഡ് ആവുന്നു. സെപ്പറേഷൻ വരുന്ന സമയത്ത് അത് ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി എന്നുള്ള ദ സെയിം ക്വസ്റ്റ്യൻ ഫ്രം ദി വ്യൂവർഷിപ്പ് ഓൺ ദ കമൻറ്റ് ബോക്സ്. അതിന് ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു വീഡിയോ ഇടുന്നു, തമ്മിലടി തുടങ്ങും. ഇതാണ് വിഷയം. ഓക്കെ, പിന്നെ ഡിവോഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചരിവാരി എറിയൽ എക്സ്പെക്റ്റഡ് ആണ്. അതിനകത്ത് വരാൻ പോകുന്നത് മാക്സ് വരാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തമ്മിലടി, ഡൊമസ്റ്റിക് വയലൻസ് ലെവലിലുള്ള ഐറ്റങ്ങളും, കാട്ട കുൽസിതും. ഓക്കെ, ഇതിനകത്ത് ഈ കുൽസിത എലമെൻ്റാണ് കുറച്ച് കൂടുതലുള്ളത്. അത് ഈ ഇച്ചായൻ എന്ന് പറഞ്ഞ അമൽ, അവനെതിരെയാണ്. ഇപ്പം എന്താണെങ്കിലും എനിക്ക് മനസ്സിലായൊരു ബേസ് ലൈൻ വെച്ചിട്ട് ഞാൻ പറയാം. ഈ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞുള്ള ലേഡി അവരുടെ ജോബിൻ്റെ ഭാഗമായിട്ട് മാൾട്ടേക്ക് ഇങ്ങോട്ട് പോകുന്നു. അവിടുന്ന് അവർ ഈ ഡിവോഴ്സിനെ കുറിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ഇടുന്നു. ആ വീഡിയോയിൽ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങുന്നതെന്നാണ് എനിക്ക്. അതിന് മുന്നേ ഉണ്ടാവും, പക്ഷേ എനിക്ക് എൻ്റെതായ രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യം ഈ വീഡിയോ വെച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ വെച്ചിട്ട് തുടങ്ങുന്നത്. പ്രശ്നത്തിന് മാർച്ചിലാണ് അതിനൊരു തീരുമാനം ഉണ്ടായത്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു ഞാൻ ശരിക്കും ഡിസിഷൻ എടുത്ത് ഞാൻ വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ മറ്റൊരു കുടുംബ കോടതിയിലും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ ചെന്നപ്പോ തന്നെ നമ്മളെ, അതായത് ഇപ്പൊ നമ്മൾ രണ്ടാമത് ചെന്നപ്പോഴും നമ്മളെ അവർക്ക് മനസ്സിലായി. കാരണം അന്ന് അത് ഞാൻ അത്രയും സങ്കടത്തോടെ കരഞ്ഞു കൂവി ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ച്, നിൽക്കുന്ന 1 വയസ്സ് പോലും ആയിട്ടില്ല, ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഈ ഒരു പ്രശ്നം ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായതും. അപ്പോ ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ എനിക്കിതിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ജീവിതമാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ ഒരു 2023 ഒരു ഫയൽ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്നെനിക്ക് മനസ്സിലായി. ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും, ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഞ്ഞുണ്ട്, അപ്പൊ അവന് വേണ്ടിയിട്ട് അവൻ അപ്പനും അമ്മയും ഇല്ലാതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു കാര്യം, അതായത് 2.5 വർഷം മുമ്പ് കൊടുത്തിട്ട് പിന്നെ അവള് അവന്റെ കൂടെ സ്നേഹം കാണിച്ച് ഒലിപ്പിച്ച് നടന്നല്ലോ എന്ന് കുറെ പേര് കമന്റ് ഇടുന്നത് കണ്ടു. നമ്മൾ ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ
ആഗ്രഹിക്കുന്നത്. അപ്പൊ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെ സ്നേഹം കൊടുക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ. വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങള് നമുക്കെതിരായിട്ട്, അതായത് നമുക്ക് മാനസികമായിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എടുക്കാൻ ഇടയുണ്ടായത്. ഈ ഇടയുണ്ടായി ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ചിലപ്പോ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയേനെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എന്റെ മനസാക്ഷിയെ അനുവദിച്ചില്ല. കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്, ഞാൻ എന്റെ വീട്ടുകാരെ വെറുപ്പിച്ചാണ്, എന്റെ വീട്ടുകാരെ ഒരുപാട് ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. ലീഗലി പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്കതങ്ങനെ പറഞ്ഞ് ഒരു റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോവുകയാണ്, ഞാൻ ഇതിന്റെ കാര്യത്തിന് പോവുകയാണ്, കേസിന് പോവുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് റീച്ച് ഉണ്ടാക്കി ഇമോഷണലി ഇതാക്കി എനിക്ക് ഒരു റീച്ചിന്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് വീഡിയോ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം, ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. എന്നെ മാനസികമായിട്ട് തളർത്തുന്നവരെ ഒന്ന് ആലോചിക്കുക. ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫ്, ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ തെരഞ്ഞെടുത്തത്. ഇതൊരു എന്താ പറയുക, റെഗുലർ പാറ്റേണിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈംസ് ചീറ്റിംഗ്. ഓക്കെ, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും ചീറ്റ് ചെയ്യുന്ന ദ സെയിം റെഗുലർ പാറ്റേൺ. ഈ റെഗുലർ പാറ്റേണിൻ്റെ പുറത്ത് എന്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത് ചിലപ്പോൾ വീട്ടുകാരുടെ ഇൻവോൾവ്മെൻറ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ ഒരുത്തിയുടെ കുത്തിത്തിരിപ്പ് കാരണമൊക്കെ ഒന്നും അറിയാത്ത 2 കപ്പിൾസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മുകളിലൊക്കെ ജീവിതം നിർത്തി പോകാറുണ്ട്, തമ്മിൽ ബ്രേക്കപ്പ് പറഞ്ഞ് പോകാറുണ്ട്. പക്ഷെ ഇതല്ല, ഈ ലേഡി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവരുടെ ഇപ്പോഴത്തെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള ഇച്ചായൻ, അവൻ്റെ നല്ല നടപ്പ് കാരണമാണ് ഇവർക്ക് ഈ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതും. ആൻഡ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഡിവോഴ്സിന് കൊടുത്ത സമയത്ത് ഇവർ സെൽഫായിട്ട് കണ്ടുപിടിച്ച് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ഇവൻ്റെ ഈ വൃത്തിയായിട്ടുള്ള നടപ്പ്. മനസ്സിലായോ? ഇവൻ്റെ ഈ വൃത്തിയായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഒരു ഭാര്യ കാണാൻ പാടില്ലാത്ത രീതിയിലുള്ള എന്തൊക്കെയോ കണ്ടു കേട്ടു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഓക്കെ, അതെന്താ എങ്ങനെയൊന്നും അവർ എക്സ്പ്ലെയിൻ ചെയ്യാത്തടത്തോളം കാലം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു ഊഹിക്കുക എന്തായിരിക്കാം ആ ഐറ്റങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ അവർ ആദ്യം അവരുടെ ഡിസിഷനാണ്, അല്ലാതെ ഇതിനിടയിൽ ഇപ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു വന്ന ലേഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഇവർ ഡിവോഴ്സിലേക്ക് എത്തിയതൊന്നുമല്ല. ഇവരെ ഓർഗാനിക്കലി ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഭർത്താവിൽ നിന്ന് കുറേ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇവർ ഡിവോഴ്സിന് കൊടുത്തതാണ്. പിന്നെ ഞാൻ ഇവരുടെ പഴയ വ്ളോഗിലൂടെയൊക്കെ പോയി നോക്കുമ്പോൾ ഈ ലേഡി ഭയങ്കര ആക്റ്റീവാണ്, ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പല വ്ളോഗിനകത്തും ഒരു ഇൻഡിപെൻഡൻറ്റ് ലേഡി ആയിട്ട് മുന്നോട്ട് പോകാൻ, കാരണം അവർക്ക് കുറേ സ്ട്രഗിളുകളുണ്ട്. കാരണം ഇവൻ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരുത്തനല്ലാതെ തോന്നുന്നു. എന്താണെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു ലേഡി അവർ പിന്നെ ഒരു അയൺ ലേഡി ഫേസിലേക്ക് മാറുന്ന പോലെയാണ് കുറേ വ്ളോഗ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ അങ്ങനെയുള്ളൊരു ഷിഫ്റ്റ് വരുമല്ലോ. അപ്പോൾ എനിക്ക് ഞാനേ ഉള്ളൂ, ഞാനും എൻ്റെ കുട്ടിയും എൻ്റെ ലൈഫിൽ ഇനി വേറെ ഒന്നുമില്ല, വേറെ ആരും ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ ഓപ്റ്റ് ചെയ്തത് എന്താ, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ജോബ്, ഇനി അവർക്ക് സോഷ്യൽ മീഡിയ സാധനങ്ങളൊന്നും വേണ്ട, ഉള്ള ഒരുത്തനെ കൊണ്ടുള്ള ഉപദ്രവം നിർത്താം, അപ്പോൾ ഓനെ കണ്ട് ഡിവോഴ്സ് കൊടുത്ത് മ്യൂച്വലിൽ കൊടുത്തിടാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്ന ഒരാൾ അവരെന്നെ പറഞ്ഞു അതിനകത്ത്. ഓക്കെ, പിന്നെയും അവനൊരു ഓപ്ഷൻ കൊടുത്തു എന്നും പറയുന്നുണ്ട് ഈ പയ്യന്, ഈ എക്സ് ഹസ്ബൻഡിന് ഒരു ഓപ്ഷനും കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് മാറിപ്പോകാൻ പറ്റില്ല, പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്, വീട്ടുകാരെ മൊത്തം വെറുപ്പിച്ച് കല്യാണം കഴിച്ചോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് സെയിം പാറ്റേൺ, റെഗുലർ പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇഷ്യൂയിലേക്ക് എങ്ങനെയാണ് വേറൊരു സ്ത്രീ കടന്നു വന്നത്, എവിടുന്നാണ് ഈ സുജിൻ ആൻഡ് ഫാമിലിയുടെ ഒക്കെ പേരുകൾ വന്നതെന്നൊക്കെയോ നിങ്ങളുടെ സംശയം വരുന്നല്ലേ. ഈ ലേഡി ഇതേ വീഡിയോനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്ന പോർഷൻസ് ഉണ്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാനുള്ള പ്ലാനായിരുന്നു. ഇതും കൂടി ഒന്ന് കേട്ടിട്ട് കുറച്ചും കൂടി പറയാം.
നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ മിക്കുവിനെ വേണം. അതായത് എനിക്ക് എന്റെ മിക്കുവിനെ വേണം. മിക്കുവിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത്. അവനൊരു ജീവിതം, അവന് നാണക്കേടുണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ മുന്നോട്ട് ജീവിച്ചത്. ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോകും. അത് മനസ്സിലാക്കണം. എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോകും. പിന്നീട് എനിക്ക് ഇതൊന്നും എനിക്കെന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എന്റെ ഭാഗ്യം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുഞ്ഞിനെ നഴ്സറി വിടാതിരുന്നതും. അത് വക്കീലായിട്ട് തീരുമാനിച്ച് ലീഗലി പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും വക്കീല്, അതായത് പുള്ളി വേറെ, അതായത് വക്കീല് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ വഴിക്ക് നീങ്ങിയ കുഞ്ഞിനെ കാണാവുന്ന കാര്യമുള്ളൂ. ആരും ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. കൊച്ചിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിനെ വെച്ചിട്ട് ഇമോഷണലി പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുമ്പോഴും ഞാൻ അറിഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. കുറെയൊക്കെ എനിക്കറിയാം ഏതുവരെ സത്യമാണ് ഏതുവരെ നുണയാണെന്നുള്ളത്, കുറെ കാര്യങ്ങൾ. അപ്പോ ഇതൊക്കെ ആദ്യം നമ്മൾ ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ തെളിവോട് കൂടി കിട്ടുമ്പോണ്ടല്ലോ അത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ സ്നേഹിച്ച ഒരാള് എന്നെ ചതിച്ചു. വാടക വീടുകളിലെ ഓണേഴ്സിനോട് ചോദിച്ചാൽ ചിലപ്പോ എന്തായിരുന്നു എന്റെ ജീവിതം എന്ന് അറിയാൻ പറ്റും. വേറെ ആരും അറിയണ്ട. എന്റെ ജീവിതം അവർക്ക് ചിലപ്പോ മനസ്സിലാവും, അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നാട്ടിൽ നിന്നവർക്ക് മനസ്സിലാവും എന്റെ ജീവിതം എന്തായിരുന്നു എന്ന്. എല്ലാവർക്കും അറിയത്തില്ല, പക്ഷെ ഇതൊക്കെ കാണുന്നവർക്ക് അറിയാം. അതായത് അതാ ഞാൻ പറഞ്ഞേ, എന്നെ പറ്റി നിന്ന ആളുകൾക്ക്, അതായത് ഞാൻ വാടകവീട്ടിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്, അവിടുത്തെ ഓണേഴ്സിന് അറിയാൻ പറ്റും. അതായത് കാണുന്നതാണല്ലോ ഇതൊക്കെ, എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നതെന്ന് എല്ലാവരും കാണുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ലേഡി എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, എന്തോ മാരകമായ അസുഖമൊക്കെ ചിലപ്പോൾ ഇവർക്കും വരാൻ ചാൻസ് ഉണ്ട് ഇവൻ്റെ പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോയാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എന്ത് രീതിയിലുള്ള രോഗമാണ്. അങ്ങനെ ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭാര്യ ഭർത്താവിൽ നിന്ന് കിട്ടുമെന്ന് പേടിക്കുന്ന എന്ത് രോഗമാണ്. എന്താണെങ്കിലും മൂക്കിച്ചീറ്റലും പനിയും കുറയൊന്നും ആവില്ലല്ലോ, ഒന്നും ആവാൻ ഒരു വഴിയില്ല, തൂറ്റിളക്കോ ആവില്ല. എന്ത് രോഗമാണെന്നുള്ളത് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ ഒരാൾക്ക് മനസ്സിലാവുന്ന കേസാണ്. പിന്നെ കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇവർ റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനത്തെ പരിപാടിക്ക് അവരുടെ കുട്ടിയാണ്. ആ കുട്ടി അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഇവരെന്ത് ചെയ്തു, അമ്മയുടെ കൂടെ വരണം, അല്ല അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. ഫൈൻ. അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാളുടെ ആംഗിൾ നിങ്ങളാരും കേൾക്കുന്നില്ലേ, നിങ്ങളാരും കണ്ടില്ലേ? ഒരു കോയിന് രണ്ട് വശമുണ്ടല്ലോ. ഒരു ലേഡി വന്നിങ്ങനെ ഒരു ആണിനെക്കുറിച്ച് ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ അലിഗേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിശ്വസിക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഞാൻ പല വീഡിയോസിൽ അതിനുള്ള എല്ലാവരും റിപ്ലൈ കൊടുത്തൊക്കെ ആയിട്ട് കണ്ടു. നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലമായി. കുറച്ചധികം ആളുകളുടെ ബോഡി ലാംഗ്വേജും അവർ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ പോലീസുകാരൻ സീസൺഡ് പോലീസുകാരനാണോ പോലെ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പഠിച്ചവരുണ്ട്. ഓക്കെ, ചില ജേർണലിസ്റ്റുകളിൽ അവർക്കൊക്കെ എങ്ങനെ അറിയാം. ചില വക്കീലന്മാരല്ല, വക്കീലന്മാരും അധികവും മോസ്റ്റ്ലി കള്ളത്തരവും ബോഡി ലാംഗ്വേജൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ. കാരണം ഇതിങ്ങനെ കേൾക്കും കാണുമല്ലോ ചെയ്യുന്നത്. നല്ലത് കുറവല്ലേ, നല്ലതല്ലല്ലോ, ഫുൾ ഇങ്ങനത്തെ അപരാധ സാധനങ്ങളാണല്ലോ. അപ്പോൾ നമുക്കിത് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ തോന്നും. മനസ്സിലായോ? ഞാൻ ആ അമലിൻ്റെ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നില്ല. കാരണം ഭാര്യ വന്ന് വീഡിയോ ഇട്ടിട്ട് പറയുകയാണ്, എക്സ് വൈഫ് വന്ന് വീഡിയോ ഇട്ടിട്ട് പറയുകയാണ് അവനിൽ നിന്നെന്തോ മാരകമായ രോഗം പിടിപെടുന്നവരെ പേടിക്കുന്ന രീതിയിലുള്ള ഐറ്റമാണ് അവൻ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് വൈറൽ ഫീവർ ആണെന്നൊക്കെ പറയുന്ന ഒരു ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരുത്തരോട് ഓൻ്റെ വീഡിയോ പ്ലേ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്തായാലും ഞാൻ അത് വോയിസ് ഇല്ലാതെ അവിടെ വെക്കാൻ കാരണം ഇവൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഇവൻ്റെ റിപ്ലൈ ഒന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. തേങ്ങ അറിഞ്ഞു കൊടുക്കി സാമി എന്ന് പറഞ്ഞ പോലെയാണ് ഇവൻ ഈ വൈഫിനെ കുറിച്ചിട്ട് പിന്നെയും വന്നിരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവൻ എന്തൊക്കെയോ സ്വയം അങ്ങോട്ട് ഒടുങ്ങാൻ വേണ്ടി നോക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവർ ഓൾറെഡി ഡിവേഴ്സ് പരിപാടികളൊക്കെ തീർത്തതിന് ശേഷം പോസ്റ്റൊക്കെ ഇട്ട് ഇവനെക്കുറിച്ചുള്ള വേറെയും കുറേ ഡീറ്റെയിൽസ് കിട്ടി. ഇവനായിട്ട് കണ്ടുപിടിച്ചിട്ടാണ് ഈ ഡിവോഴ്സിലേക്ക് എത്തിയത്, ഇവൻ എന്താ എങ്ങനെയാന്നുള്ളത്. ഓക്കെ, അതിന് പുറമെ വീണ്ടും ഈ ഡിവോഴ്സിനെ കുറിച്ചും ഇവരുടെ സെപ്പറേഷനെ കുറിച്ചിട്ടും സോഷ്യൽ മീഡിയ അറിയിച്ചപ്പോൾ അവിടുന്നും ഇവനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടി. ആ ലേഡിക്ക് എത്ര പോരേടേ, ആ ലേഡിക്ക് എത്ര മതിയാവും? മനസ്സിലായില്ലേ? അതിന് ഇവൻ ന്യായീകരിക്കുന്നുമുണ്ട്, കൂട്ടത്തിൽ ഇവൻ പറയുന്നുമുണ്ട് ഇവനിട്ട വീഡിയോനകത്ത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്.
എന്നാൽ എൻ്റെ പൊന്നു കൂട്ടാ, തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ പലവട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട്. മൂവ് ഓൺ, വിട്ടോ. തെറ്റ് ചെയ്തല്ലോ, തെറ്റ് ചെയ്ത് സമ്മതിച്ചു, പിന്നെ ഈ വള്ളിമ കയറി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇവ അങ്ങനെയല്ല, ഇത് അവിടെയും നിന്നില്ല ഈ കാര്യങ്ങളൊന്നും, മനസ്സിലായില്ലേ? ഇത് അവിടെയും നിൽക്കാതെ ഒരു ലേഡി, ഞാൻ പറഞ്ഞ ഇന്നലെ എന്നെ കോൾ ചെയ്ത ലേഡി, ഈ ജിസ്ബി അതാണ് അവരുടെ പേര്, ഈ കുഞ്ഞാറ്റയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ, അതായത് 4 വർഷം 3 വർഷം മുമ്പ് അമൽ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അമലിൽ നിന്ന് അവർക്ക് തോന്നിയ ഒരു ബാഡായിട്ടുള്ള ഒരു അപ്രോച്ച്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അതാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നത്. എനിക്കും ഞാൻ കുറേ ചാനൽ കണ്ടപ്പോൾ ഇന്നും സുജിനും മാറ്റി പറയുന്നുണ്ട്. സുജിൻ ആദ്യം പറഞ്ഞത് കുഞ്ഞാറ്റ കൊടുത്തു സ്ക്രീൻഷോട്ട്സ് എന്നാണ്, പിന്നെ പറഞ്ഞു അല്ല അമലാണ് സ്ക്രീൻഷോട്ട്സ് കൊടുത്തതെന്നുള്ളത്. അമലിന് കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ബ്രദറാന്ന് പറയുന്നത്. ഫോണൊക്കെ തമ്മിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഈ സ്ക്രീൻഷോട്ട്സ് പുറത്ത് വിട്ടിട്ട്, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ അവർ വീഡിയോ ഇട്ടിട്ട് പോയ ഒരാളാണ്, ഹസ്ബൻഡിനെ കുറിച്ചിട്ട് വേറെ ലേഡി ഇങ്ങനെ വന്ന് പറഞ്ഞു, അതിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചിലപ്പോൾ നിന്നെക്കുറിച്ച് പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ ജിസ്പി എന്നെ അമലിനെ അയച്ചു കൊടുത്താണെന്ന് അറിയില്ല. അതിൽ ഈ ലേഡിയുടെ പേരുണ്ട്, ഇന്നലെ എന്നെ വിളിച്ച ഒരു ലേഡിയുടെ പേരുണ്ട്. ഇപ്പോൾ ഈ സുജിൻ്റെ ചാനലിൽ അവരുടെ വോയിസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഇവരയച്ചു കൊടുത്തതാണോ, അതോ ഇനി ഇവരെ ഫോണിൽ നിന്ന് ബുക്കിയിട്ട് പോയതാണോ? അങ്ങനത്തെ ഒരു ഐറ്റമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഭാര്യ ഭർത്താവിൻ്റെ ഫോൺ ഹാക്ക് ചെയ്യുന്നു, ഭാര്യ ഭർത്താവിൻ്റെത്, ഭർത്താവ് ഭാര്യേൻ്റെ ഒക്കെ ഹാക്ക് ചെയ്യുന്നൊരു പരിപാടി മിറർ ചെയ്തിട്ട്. അങ്ങനെ വല്ല സാധനത്തിലൂടെ പുറത്ത് വന്നതാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഓക്കെ, എന്താണെങ്കിലും ഈ സാധനം പുറത്ത് വന്നതിന് ശേഷം സുജിൻ്റെ സീന് വേറെ യൂട്യൂബർ പൊട്ടിച്ചു. സുജിന് ഇതറിഞ്ഞ് ഈ ചെക്കനെ വിളിച്ചു. ചെക്കൻ ആദ്യം തന്നെ ഈ പെൺകുട്ടിയെ അറിയില്ല. ഓക്കെ, ഏത് പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് പറയുമ്പോൾ ആ ചെക്കൻ ആ പെൺകുട്ടീനെ പരിചയം പോലും ഇല്ല, അറിയില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പായി. അങ്ങനെ സ്കിപ്പായി. അതിനുശേഷം സുജിൻ വീണ്ടും ഈ ലേഡിയെ വിളിക്കുന്നു. ഈ ലേഡി വീണ്ടും സുജിനോട് പറയുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കോൺഫറൻസ് കോൾ ഇട്ടിട്ട് സംസാരിപ്പിച്ചിട്ടുണ്ട് സുജിൻ. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് അവിടെ പ്ലേ ചെയ്യാം. അമലേ, ഒന്ന് സമഗ്ര രണ്ടാളും പടം ചോദിക്ക്. രണ്ടാളും പരസ്പരം അറിയില്ല. ഹലോ ഹലോ, ഞാൻ നിന്നെ എവിടെ നിനക്ക് നീ എന്നെ കണ്ടിട്ടില്ല, അത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നീ എവിടെയാ? ഞാൻ നിനക്ക് എതിരെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇൻസ്റ്റയിലും ടെലിഗ്രാമിലും വാട്സപ്പിലും ഞാൻ അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടുണ്ട്. നീ മറന്നുപോയോ? ഞാൻ മറന്നുപോയതല്ല കുട്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിൽ തെളിവ്, ഞാൻ ഒരു കാര്യം, ഞാൻ ഇയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ച മെസ്സേജിന്റെ കാര്യങ്ങളോ തെളിവ് ഇയാളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. മെസ്സേജ് അയച്ചതിന്റെ കാര്യങ്ങളോ തെളിവുകളൊന്നുമില്ല. നിന്ന് ഞാൻ വാട്സപ്പിൽ ബ്ലോക്ക് ആക്കിയിട്ട് എന്റെ ഒരു തെളിവുണ്ട്. അല്ലാതെ ചെയ്തോ ഈ വാട്സപ്പിന്റെ അത് ബ്ലോക്ക് ചെയ്തതിന്റെ അകത്ത് നമ്മൾ ബ്ലോക്ക് ലിസ്റ്റ് എടുക്കാൻ നമ്പർ നോക്കുമ്പോൾ അതിന്റെ അകത്ത് എന്നാ ബ്ലോക്ക് ചെയ്തേക്കുന്നത് കാണുമല്ലോ. അങ്ങനെ കാണൂല, നമ്മൾ ടുഡേന്നാ കാണിക്കുള്ളൂ. നീ അപ്പൊ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തത് എടുത്ത് നോക്ക്, ടുഡേന്നാ കാണിക്കുള്ളൂ. ആ ടുഡേന്നാണ് കാണിക്കുള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട്, ഞാൻ ഇത് കഴിയുമ്പോൾ സുജിൻ ബ്രോ, ഞാൻ ഇത് കഴിയുമ്പോൾ സുജിൻ ബ്രോയ്ക്ക് ഞാനൊരു സ്ക്രീൻഷോട്ട് അയച്ചിടാം. അതിനകത്ത് മെയിൽ ഞാൻ ബ്ലോക്ക് ചെയ്തേക്കുന്ന ആളുടെ ഇതുവരെ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ ഒരാളെ ബ്ലോക്ക് ചെയ്തേക്കുന്ന സമയം എപ്പോഴാണെങ്കിൽ ആ സമയം കാണിക്കും. കാരണം അതിനുശേഷം ആ നമ്പർ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ടുഡേന്ന് കാണിക്കുള്ളൂ. എന്നാൽ എന്റെയിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്റെയിലും ടുഡേന്ന് കാണിക്കുള്ളൂ. ഓക്കെ, ഇയാളെ ടുഡേന്ന് കാണിക്കുമെങ്കിൽ ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചേട്ടൻ എന്റെയിലേക്ക് വന്നതിന്റെ സൈബർ സെല്ലിന്ന് ഡീറ്റെയിൽസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തോട്ടെ. അപ്പൊ നീ എന്റെ കോള് വിളിച്ചത് അതിനകത്തുണ്ടല്ലോ. ഓക്കെ, എടുത്തോ. ഞാനൊരു കാര്യം പറഞ്ഞത്, ഞാൻ 4 വർഷത്തിന്, നിങ്ങൾ പറയുന്ന 4 വർഷം, ഞാനൊരു കാര്യം പറഞ്ഞു 4 വർഷത്തിന് മുമ്പാണെന്ന് പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, സെപ്റ്റംബർ 2-ാം തീയതി എനിക്ക് എന്റെ അനിയന്റെ അക്കൗണ്ടിലേക്ക് എന്റെ എക്സ് വൈഫ് ആയിരുന്ന ആള് ഈ സ്ക്രീൻഷോട്ട് അയച്ചപ്പോഴാണ് ഞാൻ ഇയാളുടെ പേര് കാണുന്നത്. ഞാൻ ഇയാളെ ഫോളോ ചെയ്ത്. അതിന് മുന്നേ നീ എന്നെ ഫോളോ ചെയ്തിട്ടില്ല? ഞാൻ ഇയാളെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ അവനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്റെ നിന്റെ പേര് ഈ സോറി കുട്ടിയുടെ പേര് ഞാൻ എന്റെ വൈഫാണെങ്കിൽ എന്റെ അനിയനെ അയച്ചു കൊടുത്തത് ഇതിൽ കണ്ടു. അതിലാണ് താങ്കളാണെങ്കിൽ ഈ പറയുന്നത്. നിന്റെ നമ്പർ എങ്ങനെയാ ഞാൻ ബ്ലോക്ക് ആക്കി? നിന്റെ നമ്പർ എനിക്ക് എവിടെ നിന്നാ കിട്ടിയേ? അല്ല, എന്റെ നമ്പർ ഞാനൊരു പബ്ലിക് ആയിട്ടുള്ള ഒരാളാണ്. എന്റെ നമ്പർ പലയിടത്തുനിന്നും കിട്ടത്തില്ലേ? എനിക്ക് പബ്ലിക് ആയിട്ടുള്ള ആരും എനിക്കറിയില്ല. പിന്നെ എങ്ങനെ നിന്റെ നമ്പർ കിട്ടണേ? കുഞ്ഞാറ്റയ്ക്ക് ഞാൻ നിന്റെ നമ്പർ അയച്ചു കൊടുത്തിട്ട് ഇത് അമലിന്റെ നമ്പർ അല്ലേന്ന് കൺഫേം ചെയ്യാനും ചോദിച്ചേ.
ആണല്ലേ, ഓക്കെ. ഇല്ല, ഞാൻ കേൾപ്പട്ടെ. വേറെ ആരെങ്കിലും എന്റെ നമ്പറില്ല, ഈ പറഞ്ഞ സുജിന്റെ എന്റെ നമ്പർ വേറെ ആരെങ്കിലും കയ്യിൽ നമ്പർ ഉണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ ആരാണ് താങ്കൾ വിളിക്കാൻ വേണ്ടിട്ട് ഞാൻ താങ്കളാണ്. എന്റെ പേര് അമൽ എന്നാണ്. എന്റെ അമലെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വ്യക്തിന്ന് വിളിക്കാം, അല്ലാണ്ട് എന്റെ നാടാന്ന് വിളിക്കുന്നില്ല. ഓക്കെ, ഇതാണപ്പോൾ സുജിൻ ഇവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് സംസാരിച്ചതിൻ്റെ ആ ഒരു കോൺഫറൻസ് കോൾ ഓഡിയോ. ഓക്കെ, ഇതിന് ഞാൻ ഒരു കാര്യം പറയാം. സുജിൻ ഇന്നിട്ട വീഡിയോയിൽ പറയുന്നുണ്ട് പ്രൂഫില്ല, ഈ പെൺകുട്ടിയുടെ കയ്യിൽ പ്രൂഫില്ല. ഇന്നെ വിളിച്ച പെൺകുട്ടി, ഇപ്പം നിങ്ങൾ കേട്ട ശബ്ദത്തിന് ഉടമയായ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ല. ഓക്കെ, പക്ഷെ അവർ ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഈ ഇച്ചായൻ എന്ന് പറഞ്ഞ അമൽ ആ ലേഡിയോട് സുജിൻ്റെ വൈഫിനെ കുറിച്ചും അങ്ങനെ കുറേ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, മോശമാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവർ എന്നോട് പറഞ്ഞു. ഇന്ന് കോൾ ചെയ്ത് സംസാരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ടുണ്ട് ബ്രോ. ഒന്നാമത്തെ കാര്യം സുജിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, കാരണം എൻ്റെ വോയിസ് പുറത്തിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ പുറത്തിട്ടു. ഓക്കെ, രണ്ടാമത്തെ കാര്യം എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ മറ്റേ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, നമ്പർ, അങ്ങനെ എല്ലാം പുറത്തിട്ടത് കൊണ്ട് എനിക്കത് കൊടുത്തേ പറ്റൂ. ഞാൻ കൊടുത്തു, നിങ്ങൾ കൊടുത്തു, അപ് ടു യു. നിങ്ങൾക്ക് കൊടുത്തോ കൊടുക്കാതിരിക്കും, നിങ്ങൾ ഇഷ്ടം, പക്ഷേ നിങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു, ഇറ്റ്സ് ഓക്കെ. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ പോയിട്ട് ഇതിനിടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതല്ല. ഓക്കെ, ഞാൻ കാരണമല്ല ഈ കുഞ്ഞാറ്റ ഇച്ചായനെതിരെ ഡിവോഴ്സ് കൊടുത്തത്. കുഞ്ഞാറ്റയും ഇച്ചായനും സെപ്പറേറ്റ് ആയി എന്ന് അറിഞ്ഞതിന് ശേഷം കുഞ്ഞാറ്റയുടെ അടുത്ത് പോയിട്ട് ഈ വ്യക്തി ഇങ്ങനെയാണ്, എനിക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, എന്നോട് ഇങ്ങനെ പലരെക്കുറിച്ചും വൃത്തികേട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് മാത്രമാണ് അവർ പറയുന്നത്. പിന്നെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ഒരു കോമണറാണ്, ഇവർ ഈ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ സെലിബ്രിറ്റീസാണ്, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസാണ്. ഇതൊരു കോമണറാണ്, ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളും നമ്മളെ ചുറ്റുപാടും നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ചെറിയ സർക്കിളിൽ ജീവിക്കുന്ന ഒരു ലേഡി. ആ ലേഡി എന്തിന് ഇത്ര അഡമൻ്റായിട്ട് ഈ അമൽ ആ ലേഡിയോട് ഇത്രയും വൃത്തികേടുകൾ ബാക്കിയുള്ളവരുടെ ഭാര്യമാരെക്കുറിച്ചും പെങ്ങന്മാരെക്കുറിച്ചും അമ്മമാരെക്കുറിച്ചും പറഞ്ഞു പറഞ്ഞ് അവരെന്തിന് നിൽക്കേണ്ട കാര്യം? അവരിപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫോൺ നിങ്ങൾ റിക്കവർ ചെയ്യണം, എൻ്റെ ചാറ്റ് റിക്കവർ ചെയ്യണം. ആ ലേഡി എന്നോട് ചോദിച്ച ചോദ്യം ഇതാ, ബ്രോ ഞാൻ ഇപ്പോഴും ബ്രോനോട് പറയുന്നത് ഇവൻ എന്നോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നോട് പറയാതിരുന്നിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി അന്നതൊന്നും റെക്കോർഡഡ് അല്ല, എവിടെയും എടുത്ത് വെച്ചിട്ടില്ല. ഓക്കെ, ആദ്യം ഇൻസ്റ്റാഗ്രാം, പിന്നെ വാട്സാപ്പ്, പിന്നെ അവിടുന്ന് ടെലിഗ്രാം, പാറ്റേൺ, ആ മോഡസ് തന്നെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഇവൻ്റെ ഈ ഒരു അമൽ എന്ന് പറഞ്ഞ തന്നെ ബോഡി ലാംഗ്വേജും എൻ്റെ പൊട്ടിത്തെറിയും എൻ്റെ വർത്താനം, പിന്നെ പി സുജിനോട് വർത്താനം പഠിച്ച അടിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ഈ ചെക്കന് ഈ ലേഡി അറിയാം, ഈ അമലിന് ഈ ലേഡി അറിയാം, ഇച്ചായന് ഈ ലേഡി അറിയാം, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇതിന്ന് വളരെ ക്ലിയറാണ്. മനസ്സിലായോ? ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ, ഒരാൾ ലൈഫ് മുന്നോട്ട് നോക്കി മാൾട്ടയിൽ സെറ്റിലായി, വേറൊരാൾ ഇനിയിപ്പോൾ ഈ ചെയ്ത തെറ്റൊക്കെ തുറന്നു പറഞ്ഞ് സമ്മതിച്ച് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നവർ നിൻ്റെ വീഡിയോസ് കാണുക എന്നുള്ളത് വെക്കുക എന്നല്ലാതെ വേറെ വഴി നിനക്കില്ല. അത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുക. അല്ല ഇനിയും ഞാനൊന്നും ചെയ്തിട്ടില്ലേ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ നീ ചെയ്തു വെച്ച പരിപാടികളിൽ ഇനി എത്ര ആൾക്കാർ നിൻ്റെ പിന്നാലെ വരും എന്നുള്ളതിനെക്കുറിച്ച് നിനക്കൊരു ഐഡിയയും കാണുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഒന്ന് പല ചാനലുകളിലും വേറെ ഈ ലേഡി അല്ലാതെ പിന്നെയും കുറേ ലേഡി വന്നു, സ്റ്റാറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഞാൻ കണ്ട്. മനസ്സിലായ? ഞാൻ ഫുള്ളായിട്ട് തുറന്നു നോക്കിയില്ല. എനിക്ക് ആകെ അത്രേ പറയുള്ളൂ, ഒരാൾ സെറ്റിലായി, കുട്ടി അവരുടെ കൂടെയാണ്, അവരവരുടെ ജീവിതം മുന്നോട്ട് പോട്ടെ. നീ ചെയ്ത തെറ്റ് നീ ആക്സെപ്റ്റ് ചെയ്ത് നീയും മുന്നോട്ട് പോകും. ഇതിനിടയിൽ വന്ന ആ ഒരു കുട്ടി, ഓക്കെ, ആ കുട്ടിക്ക് ഇനിയൊരു ലൈഫുണ്ട്. സുജിനോടാണെങ്കിലും ബാക്കിയുള്ള ആ കുട്ടിക്ക് ഒരു ലൈഫുണ്ട്. ഫൈൻ, നിങ്ങൾക്ക് ആ കുട്ടിയിൽ നിന്ന് നിന്നെ പ്രൂഫ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടിക്കെതിരെയും ബാക്കിയുള്ളവർക്കെതിരെയും നിങ്ങൾക്ക് ഡിഫമേഷന് പോകാം സുജിന്. മനസ്സിലായോ? സംശയത്തിൻ്റെ ആ ഒരു എലമെൻറ്റ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സംശയത്തിൽ ആ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേസിന് പോകാം. നിങ്ങൾ ഡിഫെയിംഡ് ആയതാണ്. നിങ്ങൾക്കെതിരെ ആരാണോ ഇത് പറഞ്ഞത്, എങ്ങനെയാണോ ഇത് വന്നത്, നിങ്ങൾ ഒരു ഡിഫമേഷൻ വെച്ച് നിങ്ങൾ പോയിക്കോ. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നില്ല, ഡിഫമേഷനും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുള്ളൂ എന്നൊക്കെ നമുക്കറിയാം. ഒരു പക്ഷേ പലരും ചോദിക്കുന്നുണ്ട്, സുജിൻ ഭാര്യനെ അത്രയും പറഞ്ഞിട്ട് എന്തൊരു തല്ലിയിലേ കുത്തിയിലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുജിനോട്. സുജിൻ ചോദിക്കുന്ന ഒരു ചോദ്യം കറക്റ്റാണ്, ആ ലേഡി പറഞ്ഞത് സത്യം എന്നുള്ളത് ഞാൻ എങ്ങനെ അറിയും? ഞാൻ വെറുതെ പോയിട്ട് അവനെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിയമപരമായിട്ട് അപ്പോൾ അത് കേസാവും, ഈ പറഞ്ഞത് കേസാവില്ല. അതായിരിക്കും സുജിൻ ചിന്തിക്കുന്നത്. ആ രീതിക്ക് നോക്കിയാൽ സുജിൻ ചെയ്തത്
നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സുജിൻ ഇതിന് ഈ 2-3 വീഡിയോ ചെയ്ത സമയത്ത് ഈ ലേഡി അത്രയും അഡമൻ്റ് ആയിട്ടൊരു ചാനൽ നിൽക്കുമ്പോൾ ആ ലേഡിയെ കൊണ്ടൊരു കേസ് കൊടുപ്പിക്കായിരുന്നു സുജിൻ. മനസ്സിലായി? ആ ലേഡിയെ കൊണ്ട് ഇവനെതിരെ ചായനെതിരെ ഒരു കേസ് വേണമെങ്കിൽ കൊടുപ്പിക്കാമായിരുന്നു. ഇതിപ്പോൾ നേരെ സുജിനെതിരെ കേസായി, ഐഡൻറ്റിറ്റി പുറത്ത് വിട്ടു എന്ന് പറഞ്ഞിട്ട്. എന്താണെങ്കിലും ആ ലേഡി ഭയങ്കര കരച്ചിലാണ് ഇതിനിടയിൽ. അവർ പറയുന്ന അവർ നല്ലൊരു ഇൻറ്റൻഷനിൽ വന്ന ഒരു ലേഡിയാണ്, അവരുടെ കല്യാണമാണ്, അങ്ങനെ പല കാര്യമുണ്ട്. ഈവൻ സുജിനാണെങ്കിൽ പോലും പറയുന്നത് കല്യാണം കഴിക്കാൻ പോണ ചെക്കനും നീയും കൂടിയും പോയിട്ട് അവനെ തല്ലിയാൽ പോരെ എന്നൊക്കെ ചോദിക്കണമെന്നാണ് പറയുന്നത്. തല്ലും പിടിയൊന്നും വേണ്ട, ഇതിനകത്ത് തല്ലും പിടിയൊന്നുമല്ല, നിയമപരമായിട്ടുള്ള പരിപാടികളും ഇതിനകത്ത് നടക്കില്ല. സോഷ്യൽ മീഡിയ കിടന്ന് നാറാം എല്ലാവർക്കും കൂടി, അത്ര ഇതിനകത്ത് നടക്കുള്ളൂ. അങ്ങനെ മാറി പറയാനുള്ളതെന്ന് ഒറ്റ കാര്യമുള്ളൂ, ഭാര്യയും ഭർത്താവുമാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ്റെ സ്റ്റോറിയും ഡിവോഴ്സിൻ്റെ സ്റ്റോറിയൊക്കെ വന്ന് പറയാം. തമ്മിൽ ചളി വാളി എറിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഒന്ന്, ഇനി ഇങ്ങനെ ആരെങ്കിലും കണ്ടു, നിങ്ങൾ ഭയങ്കര ഫാൻ ബോയ് ഫാൻ ഗേളാണ്, നിങ്ങൾക്ക് അവരെ ഇടയായിട്ട് ലൈക്ക് അവരുടെ ഇടയിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺവേ ചെയ്യണം പറയണമെന്നുണ്ടെങ്കിൽ പ്രൂഫായിട്ട് ചെയ്യില്ല. ഒന്ന് ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനാണെന്നുണ്ടെങ്കിലും മാക്സിമം എന്ത് ചെയ്യുക, അവർ ഏത് സ്റ്റേജിലാണ്, അവരിത് പുറത്ത് വിടുന്നവരാണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുക. മനസ്സിലായില്ലേ? ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ ഫേസ് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു പരിധി വരെ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ലാത്തവർക്ക് അതത്ര ഈസി സാധനമായിരിക്കില്ല, ടഫായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുൻകരുതൽ നിങ്ങളെടുക്കണം. ഓക്കെ, അപ്പോൾ ആ ലേഡിയോടെ പറയുന്നത് നിങ്ങളെ മുൻകരുതൽ നിങ്ങൾ എടുക്കേണ്ടിയിരുന്നത് നിങ്ങൾ എടുത്തില്ല, അൺഫോർച്ചുനേറ്റ്ലി അത് നിങ്ങൾക്ക് ഭയങ്കര ബാഡായിട്ട് വന്നു. പിന്നെ സുജിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സുജിൻ എടുത്തൊരു വഴി, ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ വന്നു എന്നുള്ളതൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക സ്വന്തം സെൽഫായിട്ട്. സുജിന് മനസ്സിലായി ഇന്നൊരു പ്രൂഫ് ആരഭാഗത്തൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. ഓക്കെ, ഒരു രീതിയിൽ ഇതിന് പ്രൂഫ് വരുന്നു സുജിന് തോന്നുന്നില്ല. അപ്പോൾ സുജിന് അവിടെ മാക്സിമം സുജിൻ്റെ ഭാഗം അല്ലെങ്കിൽ സുജിൻ്റെ ഫാമിലിയെ സേഫ് ആക്കേണ്ടിയിരുന്നു, അതിനുള്ള വഴി സുജിൻ എടുത്തു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിലൊരു പ്രൂഫ് കിട്ടാനാണ് ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരുത്തം പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവരെ പൂട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കുക, സൈബർ സെല്ലിൽ പോവുക, ഡിവൈസസ് അവിടെ സബ്മിറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൊടുക്കുക, റിക്കവർ ചെയ്തിട്ട് ഏതെങ്കിലും കാലത്ത് കിട്ടിയാലായി എന്ന് പറഞ്ഞു ഉണ്ടാതെ വിടുക. അത് നടക്കൂ, അല്ല എന്ത് പറയാൻ ഇതിനകത്ത്. എന്താണെങ്കിലും ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഞാൻ പറയുന്നത് ഫാമിലി വ്ളോഗേഴ്സിനോട് ചെയ്യല്ലതൊന്നും, ഭയങ്കര സീനാണ്. നിങ്ങളെന്താ പറയുക, ഒരു ടോക്സിക് എൻവയോൺമെൻറ്റ് സ്വയം ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ളവർക്കും കൂടി ഇട്ട് കൊടുത്ത് അവരും കൂടി ആ ലൂപ്പിൽ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വ്യൂവർഷിപ്പ് പോയി കാശുമായിട്ട് നിങ്ങൾ പോകും. റിയാക്ഷൻ ചെയ്യുന്ന ഞങ്ങളും ഇതേപോലെ ഇരുന്ന് പറഞ്ഞ് ഞങ്ങളും ആണ് പോകും. കാണുന്ന വ്യൂവേഴ്സിൻ്റെ എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സിനാണ് ഇത് ട്രോമ ആവുന്നുണ്ട് ഈ സാധനം. ഞാൻ നിർത്തി, ഞാൻ ഈ ഒരു കണ്ടൻറ്റ് മുകളിൽ ഒറ്റ വീഡിയോ ഉള്ളൂ, ഇതിന് മുകളിൽ ഇനി എന്ത് സംഭവിച്ചാലും ഇനിയൊരു വീഡിയോ ടോപ്പിക്കിൽ കാണില്ല. ഈ കുഞ്ഞാറ്റ, ഇച്ചായൻ, ഇച്ചായൻ, ഇച്ചുച്ചു നിർത്തി.